അല്ലേ ഹൽദി? അതെ. എന്തേ, അത് മുടക്കാൻ വല്ല പ്ലാനുണ്ടോ നിന്റെ ചീരി ചേച്ചിക്ക്? ആ, മുടക്കാനൊന്നും ഒരു പ്ലാനുമില്ല. ഈ ഹൽദി നടക്കുന്നതിന് മുമ്പ് മെഹന്തി ഇല്ലേ ചേച്ചി? അല്ല, അതുകൂടി വേണ്ടേന്ന് ചോദിച്ചതാ. ആ, അത് ശരിയല്ലമ്മേ. മെഹന്തി കഴിഞ്ഞ് ഹൽദി. ആ അതെ. ആണോ? എന്നാ അതിപ്പോ തന്നെ ശ്രേയമോളെ വിളിച്ചു പറയാല്ലേ? ആ അമ്മേ, ചീഫ് എഞ്ചിനീയർ ഹൽദി തീരുമാനിച്ചു. മെഹന്തി നമ്മളായിട്ട് തീരുമാനിക്കാം. അല്ല, ശ്രേയ ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആവും. അത് ശരിയമ്മേ. ശ്രേയോട് ഇപ്പൊ പറയണ്ട, ഇവിടെ വരും പറഞ്ഞാ മതി. ശരിയാ, നമുക്കൊരു വെയിറ്റ് അല്ലേ? ആ അതെ. ആ പിന്നെ മെഹന്തിയുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അശ്വതി ചേച്ചിക്ക് അറിഞ്ഞോടെ? ഇവിടെ വരുന്ന സനീർ ചേച്ചിയെ. ആ അറിയാം. ഞാൻ നമ്പർ തരാം, ചേച്ചി വിളിച്ച് പറഞ്ഞാൽ മതി. അതെന്തിനാ? നീ തന്നെ അങ്ങ് വിളിച്ചു പറ, നാളെ വരാൻ പറ. എന്നാ ഓക്കെ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അമ്മേ, അനുവിനൊരു മാറ്റം ഉണ്ടല്ലോ. ശ്രേയോട് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. നീ അരവിന്ദനോട് ഇങ്ങി വരാൻ പറ, അവൻ മുറി കാണിച്ചല്ലേ. ആ ആയിരപ്പറയിലെ കാറാ എനിക്ക് വരാൻ വേണ്ടി അരവിന്ദ് വിട്ടു തന്നതാ. പണ്ഡിതന്റെ ബന്ധുവീടായിരുന്നു. അല്ല അല്ലാന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ വീണ്ടും ബന്ധുവീടാവാൻ പോവാ. എന്റെ മോളുടെ ബന്ധുവീട്. എല്ലാരും വാ 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 വാ. അയ്യോ അയ്യോ, കണ്ട കണ്ട സെറ്റപ്പ് കണ്ട. ചീഫ് എഞ്ചിനീയർ മോളുടെ ഹൽവയാ. അച്ഛാ, ഹൽദി. അതെ അതെ, അത് തന്നെ, മഞ്ഞൾ കല്യാണം. എന്റെ മോളെ, എന്റെ ദാവിലെ ഹൽവേന്നേ വരൂ. ഞങ്ങളെത്തി, പെണ്ണുവീട്ടുകാരെത്തി കേട്ടോ. ഇപ്പൊ വരും കണ്ടോ. ശ്രേയമോളെ. ഹേമേട്ടത്തി, അല്ല നേരെ സ്റ്റേജിലോട്ടാണോ മോളെ ഇരുത്തേണ്ടത്? അല്ല ചന്ദ്രപ്പ, ഹൽദിക്ക് മുൻപേ മെഹന്തി ഉണ്ട്. അതെ, ചമ്മന്തി കുഴിമന്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്തോന്നാ ഈ മെഹന്തി? എന്റെ പൊന്നു ശാന്തപ്പൻ ചേട്ടാ, നാറ്റിക്കാതെ. ഈ മൈലാഞ്ചി കല്യാണത്തിനാ മെഹന്തി എന്ന് പറയുന്നത്. ഓഹോ, ഇപ്പൊ മനസ്സിലായി. ആന്റി, എന്തിനാ മെഹന്തിയൊക്കെ? മോള് ഹൽദി തീരുമാനിച്ചു, അപ്പൊ ഞങ്ങൾ അതിന്റെ കൂട്ടത്തിൽ മെഹന്തിയും. ഒരു ഓളം ആയിക്കോട്ടെന്ന് കരുതി. ഈ ഓളത്തിൽ കുഞ്ഞോളില്ലാതായി പോയി. ഇന്നലെ രാത്രി പോലെ അവക്ക് വല്ലാത്ത വിറയിലും പനിയുമായി പോയി. അവളുണ്ടായിരുന്നെങ്കിലേ ഇതിന്റെ കൂടെ ഒരു ഓളമായേനെ. ആ കല്യാണ പെണ്ണിനെ കൂടെ ഇരുത്തിയിട്ടാ ഞാൻ വന്നത്. മാഷേ, നമസ്കാരം.